ശബരിമല സ്വർണ്ണമോഷണ കേസിൽ 4ാം പ്രതിയായ എസ് ജയശ്രീയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. 2019 ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിരുന്നു ജയശ്രീ. സുപ്രീം കോടതി അറസ്റ്റ് ഒഴിവാക്കിയ സാഹചര്യത്തിലും കോടതിയുടെ നിർദ്ദേശപ്രകാരവുമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. ഷീജ ചേരുന്നുണ്ട്. ഷീജ, കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ജയശ്രീ ഹാജരായിരുന്നു, ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരും എന്നുള്ളത് തന്നെയാണ്. അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജയശ്രീയെ ചോദ്യം ചെയ്യുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതിയൊക്കെ വാങ്ങിയതിനു ശേഷമാണ് SITയുടെ നീക്കം എന്നുള്ളത് കൂടിയുണ്ട്. തീർച്ചയായും ഭദ്ര, ഏതായാലും ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ജയശ്രീ കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ എന്ന് പറയുന്നത്. ജയശ്രീ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായതും ഉച്ചവരെ ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പോവുകയായിരുന്നു. ഇന്ന് ആ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 2019 അതായത് ഈ സ്വർണ്ണമോഷണം നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്നു ജയശ്രീ എന്ന് പറയുന്നത്. അന്ന് ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അനുമതി നൽകിയിരുന്നു. ആ അനുമതിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുക എന്ന രീതിയിൽ തിരുത്തിയത് ജയശ്രീ ആയിരുന്നു. അത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ആ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ശരിവെക്കുന്നത് തന്നെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതേ തുടർന്നാണ് പ്രതിപട്ടികയിൽ 4ാം പ്രതിയായി ജയശ്രീ വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായത്. പക്ഷേ ജയശ്രീ ഇതുവരെയായി ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമയം നീട്ടിവാങ്ങിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കോടതി അടക്കം സമീപിക്കുകയും ചെയ്തിരുന്നു മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട്. കോടതി നിലവിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ കോടതി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്നത് നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. ഇഞ്ചക്കലിലെ ഓഫീസിലായിരുന്നു ഈ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നും രാവിലെ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള മൊഴി തന്നെയായിരിക്കും SIT ജയശ്രീയിൽ നിന്നും ശേഖരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ജയശ്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർന്നും മറ്റു പലരെയും ചോദ്യം ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് SIT അനുമാനിക്കുന്നത്. ഏതായാലും ആ രീതിയിലുള്ള അന്വേഷണം SIT ഊർജിതപ്പെടുത്തി തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്.